നമസ്കാരം. എഫ് പി എക്സ്ട്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ചെൽസി ഇന്നലെ സണ്ടർലൻഡിനോട് ഹോമിലും ചെൽസിയുടെ ഹോമായ സ്ട്രാൻഫോർഡ് ബ്രിഡ്ജിൽ 2-1 തോക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. സോ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ചെൽസിക്ക് ഈ സീസൺ കോൾവിലിന് സീസൺ സ്റ്റാർട്ടിൽ തന്നെ ഇഞ്ചറി പറ്റി. ഫൊഫാന ഇൻ ആൻഡ് ഔട്ടായിട്ട് നിൽക്കുന്ന പ്ലെയറാണ്. ആൻഡ് ഈ ടീമിലെ ഡിസാസി ആണെങ്കിലും ടു ആൻ എക്സ്റ്റെൻറ്റ് ചാലബോ ആണെങ്കിലും ഇവരെ ബാദ്യാശീലിനൊക്കെ ആണെങ്കിലും മൂവ് ഓൺ ചെയ്യാനായിട്ട് ചെൽസി പ്ലാൻ ചെയ്ത നെയിംസാണ്. അതായത് മരസ്ക ഈ സീസൺ, അതായത് ലാസ്റ്റ് സീസൺ എൻഡ് ചെയ്തപ്പോൾ പുള്ളിയുടെ പ്ലാൻസിനുണ്ടായിരുന്ന നെയിമല്ല. അത് തന്നെയാണ് ചെൽസിയുടെ ഒരു ഇഷ്യൂ. വളരെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു CB പെയറിങ്. ഇപ്പോൾ നിങ്ങൾക്ക് ലൈനപ്പ് കാണാം, അച്ചംബിയോങ്ങും ചലബോയാണ് സെൻട്രൽ ബാക്ക് പെയറിംഗ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അവർ രണ്ടുപേരും എന്നിട്ട് ചലബോ ഓവറോൾ നോട്ട് ടു ഗുഡ്, അച്ചംബിയോങ് വലിയ കുഴപ്പമില്ലായിരുന്നു. ബട്ട് ടോസിനെ അവസാനം ഇറക്കേണ്ടി വന്നു. അച്ചംബിയോങ്ങിന് ഗെയിം മാനേജ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. മിനിറ്റ്സ് ആൾക്കും ഇഞ്ചറിയൊക്കെ ഈ സീസൺ പറ്റിയതാണ്. സോ അതിനെ തന്നെ മാനേജ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പുറത്ത് നമുക്കറിയാം കോൾവിലിന് ACL ഇഞ്ചറി കാരണം ഔട്ടാണ്, ഫൊഫാന ഇൻ ആൻഡ് ഔട്ടാണ്. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട കാര്യമാണ് അസ്രമീനോനെ നിങ്ങൾ ലോണിന് വിടുന്നൊരു സിനാരിയോ നമ്മളുണ്ട്. സോ CBയിൽ അഡീഷൻസ് കൊണ്ടുവരാത്തത് മേ ബി ഈ സീസൺ മുന്നോട്ട് പോകുമ്പം ചെൽസിനെ ബാക്ക് ഫയർ ചെയ്യാം. കാരണം ചെൽസിയിൽ ഒരു പാറ്റേൺ ഓഫ് പ്ലേ ഉണ്ട്. ചെൽസിയിൽ നമ്മൾ പോസിറ്റീവ്സ് കാണുന്നുണ്ട്. ഒരു 2-3 മാച്ച് അടുപ്പിച്ച് നല്ലപോലെ കളിക്കുന്നു, പിന്നെ 1-2 മാച്ച് കൊണ്ടുപോയി പൊട്ടുന്നു. സോ നമുക്കറിയാം ഏതൊരു ടീമിൻ്റെ, ഏതൊരു ഗ്രേറ്റ് ടീമിൻ്റെ കോർ, അതായത് അവരുടെ സെൻട്രൽ ബാക്ക് പെയറിങ്ങും ഗോൾ കീപ്പറും എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും. അവിടെ അധികം റൊട്ടേഷൻസ് അവർ നടത്താറില്ല ബിഗ് മാച്ചസിനും എല്ലാ ഇമ്പോർട്ടൻറ്റ് മാച്ചസിനും. ബട്ട് ചെൽസിയുടെ കാര്യത്തിലോട്ട് വരുമ്പം അവിടെ ഏറ്റവും റൊട്ടേഷൻ നടക്കുന്ന ഒരു ഏരിയയാണ് അവരുടെ സെൻട്രൽ ബാക്ക് പെയറിങ്. അത് കൺസേണിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സീസണിലോട്ട് വരുമ്പം. സോ മേ ബി ജനുവരി വിൻഡോയിൽ അഡ്രസ് ചെയ്യുക, അല്ല അടുത്ത സമ്മറിലോട്ട് വരുമെങ്കിൽ ചെൽസി അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അവരുടെ സെൻട്രൽ ബാക്ക് പെയറിങ് സോർട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളത്. ആൻഡ് ഈ മാച്ചിലോട്ട് വരുമ്പം നിങ്ങൾക്ക് കാണാം, സ്റ്റാറ്റിസ്റ്റിക്കലി സണ്ടർലാൻഡ് ഹാഡ് മോർ ചാൻസസ്, കൂടുതൽ XGയും എല്ലാം, അതും ചെൽസിയുടെ ഹോമിയോ വന്നിട്ട്. സോ അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുള്ളൂ. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം, നല്ലൊരു സ്റ്റാർട്ടായിരുന്നു ചെൽസിക്ക്. ഈ സ്റ്റാറ്റ്സും മറ്റുമൊക്കെ അവർക്ക് ഫേവറേറ്റ് ആണെങ്കിലും സ്റ്റാർട്ട് കിട്ടിയ ചെൽസിക്കാണ്. നിങ്ങൾക്ക് കാണാം, നല്ലൊരു ബോൾ ഓവർ ദ ടോപ്പ് ടു ഗർണാച്ചോ വൈഡിൽ നിന്ന് പോയി ഒരു ഷോട്ട് എടുക്കുന്നു, 1-0 ലീഡ് എടുക്കുന്നു. പിന്നീട് അവർ ഈക്വലൈസർ ഫൈൻഡ് ചെയ്യുകയാണ്. ആൻഡ് സെക്കൻഡ് ഹാഫിലാണ് ആ രണ്ടാമത്തെ ഗോൾ വരുന്നൊരു സിനാരിയോ നമ്മളുണ്ട്. ആൻഡ് ആ ആഡ് ഓൺ ടൈമിൽ വന്ന ഗോളിൽ നിങ്ങൾക്കിപ്പം കാണാം, ആ ബോൾ ഓവർ ദ ടോപ്പ് ആണ്. ബ്രോബറി അവിടെ ബോൾ ഹോൾഡ് ചെയ്ത് എത്ര നേരം നിന്നെന്നറിയാം. അവിടെ എന്താണ് ടോസിനും ചലബോയും ചെയ്യുന്നത് ചോദിക്കേണ്ടി വരും, എസ്പെഷ്യലി ടോസിൻ. അത്രയും നേരം ബ്രോബറി അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം അവർ സിറ്റ് ബാക്ക് ചെയ്യുകയാണ് സണ്ടർലാൻഡ്. ചെൽസിയുടെ എല്ലാ പ്ലേയേഴ്സും അവിടെയാണ്. ഓൾ ഓവർ ദ ടോപ്പ് പോയി ബ്രോബറി എത്ര നേരം ഹോൾഡ് ചെയ്യുകയാണ്. ആൻഡ് ഈസിലി അവിടെ റൺ നടത്തുന്നു. റീസ് ജെയിംസ് ആളുടെ റണ്ണറെ മാർക്ക് ചെയ്യുന്നു. അപ്പുറത്ത് മറ്റൊരു പ്ലെയർ ഫ്രീ ആയിട്ട് വരുന്നത് കാണുന്നില്ല. അങ്ങോട്ടേക്ക് ബ്രോബറി കംഫർട്ടബിളി പാസ് കൊടുക്കുന്നു, ഫിനിഷ് ചെയ്യാണ്. അവിടെ എത്ര നേരം പുള്ളി ഹോൾഡ് ചെയ്ത്, എത്ര നേരം, അവിടെ എത്ര ടൈം ഉണ്ടായിരുന്നു ബോൾ എടുക്കാനായിട്ട്. ഇറ്റ്സ് പുവർ പീസ് ഓഫ് ഡിഫെൻഡിങ്, ഒന്നും പറയാനില്ല. ആൻഡ് ചെൽസി 2-1 തോക്കുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു. സണ്ടർലൻഡിനും ചാൻസുകൾ ഉണ്ടായിരുന്നു, ചെൽസിക്കും ചാൻസുകൾ ഉണ്ടായിരുന്നു. ഇപ്പം 2-3 ഹാഫ് ചാൻസുകളൊക്കെ വന്ന് എസ്താവിയുടെ ഷോട്ട് ബ്ലോക്ക് ആവുന്ന കണ്ടു. സോ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പം കുറച്ച് ചാൻസ് ചെൽസിക്കും ഉണ്ടായിരുന്നു. പക്ഷേ എന്നാ പറയുക, ഈ ചെൽസിയുടെ ഒരു കൺസിസ്റ്റൻറ്റ് റണ്ണാണ് ഫാൻസിന് കാണാനായിട്ട് ആഗ്രഹം കാണും അല്ലേ. സോ അത് വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. എൻസോ മരസ്ക റൈറ്റ് ആയിട്ട് ആൻസർ ഫൈൻഡ്. ചെൽസി ടു മച്ച് പ്രോബ്ലം ആണ്, മറ്റൊന്നുമല്ല. ലീഗിൽ ഇപ്പം 8th സ്പോട്ടിലും മറ്റുമൊക്കെയാണ്. പക്ഷേ എന്നാലും പ്രോബ്ലം ആണെന്നല്ല പറയുന്നത്. പക്ഷേ അവരുടെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ ഇതാണ്, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു CB പെയറിങ് അവർ ഈ സീസൺ കണ്ടെത്തുക, അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അത് എൻസോ മരസ്കാരം കുഴപ്പമില്ല, അവിടെയും ധാരാളം ഇഞ്ചുറീസ് ഒന്നും ഇങ്ങനെ റൊട്ടേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നെക്സ്റ്റ് വിൻഡോയിൽ ചെൽസി അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യം അതാണ്, സോർട്ട് ഔട്ട് ദാറ്റ് സെൻട്രൽ ബാക്ക് ഡുവോ. കൂടാതെ മേ ബി ചില മാച്ചസിലോട്ട് വരുമ്പോൾ സിറ്റ് ബാക്ക് ചെയ്യുന്ന ടീമുകൾക്ക് എഗെയിൻസ്റ്റ് ചെൽസി സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ ലാസ്റ്റ് സീസൺ തൊട്ടേ കാണുന്നൊരു കാര്യമാണ്. സോ ഈ സീസണിലും അതിൻ്റെ ഗ്ലിംസസ് വീണ്ടും കാണുന്നുണ്ട്. സോ ചെൽസി മേ ബി സിറ്റ് ബാക്ക് ചെയ്ത് ലോ ബ്ലോക്ക് ഇടുന്ന ടീമുകളെ ബ്രേക്ക് ചെയ്യേണ്ട കാര്യവും കൂടെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. അത് വളരെ അത്യാവശ്യമാണ്. കാരണം നമുക്കറിയാം ചെൽസിക്ക് അഗെയിൻസ്റ്റ് പ്രീമിയർ ലീഗ് കൂടുതൽ ടീമുകളും സിറ്റ് ബാക്ക് ചെയ്യും. ചെൽസി ഒരു ഡോമിനൻസ് സൈഡാണ്. സോ അത് സോർട്ട് ഔട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവിടെ നമ്മൾ മറ്റൊരു മാച്ചിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ഇന്നലെ ഇന്റർ മിലാൻ്റെ വേഴ്സസ് നാപ്പൊളി മാച്ചിൽ നാപ്പൊളി 3-1 ഒരു വിക്ടറി നേടുന്ന സിനാരിയോ നമ്മൾ കണ്ടു. ആൻഡ് ടേബിൾ ടോപ്പേഴ്സും ആയിരിക്കുകയാണ് നാപ്പൊളി. നിങ്ങൾക്ക് ഇപ്പോൾ ടേബിൾ കാണാം, നാപ്പൊളി ടോപ്പ് ഓഫ് ദി ലീഗാണ്, മിലാനാണ് സെക്കൻഡ്, റോമയാണ് തേർഡ് വരുന്നത്. സോ ഇന്നലെ മാച്ചിൻ്റെ സ്റ്റാർട്ടിൽ തന്നെ ഒരു പെനാൽറ്റി കിട്ടുന്ന സിനാരിയോ നമ്മൾ കണ്ടു. അത് കെവിൻ ഡിബ്രൂനെ കൺവേർട്ട് ചെയ്ത് 1-0 ലീഡാക്കി. പക്ഷേ ആ പെനാൽറ്റി എടുക്കുന്നതിനിടെ ആൾക്ക് ഹാംസ്ട്രിങ്ങിന് ഇഞ്ചറി പറ്റുകയും ആളെ മാറ്റേണ്ട ഒരു സിനാരിയോ നമ്മൾ കണ്ടു. ആൻഡ് ഇന്റർ മിലാൻ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ മാറ്റി കൂടുതൽ ക്വാളിറ്റി ചാൻസുകൾ ഇന്റർ ക്രിയേറ്റ് ചെയ്തു തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഗെയിമിൻ്റെ തുടക്കത്തിൽ തന്നെ സാവിച്ചൊരു കിഡിലൻ സേവ് ലൗതാറോയുടെ നടത്തിയിരുന്നു. കൂടാതെ നമ്മുടെ ബസ്തോണിയുടെ ഒരു ഹെഡറും അതുപോലെ ഡംഫേഴ്സിൻ്റെ ഹെഡറും ബാറിൽ തട്ടിപ്പോകുന്ന സിനാരിയോസും നമ്മൾ കണ്ടു. ആൻഡ് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ മക്ടോമിനിയുടെ ഒരു കിഡിലൻ ഫിനിഷ്, ബോൾ ഓവർ ദ ടോപ്പ്, ഒരു വോളി ഫിനിഷ് ഫ്രം മക്ടോമിനി, 2-0 ലീഡ് എടുത്തു. പിന്നീട് ഒരു പെനൽറ്റി ഇന്റർ മിലാന് കിട്ടുമായിരുന്നു. ഹക്കീം ചലഞ്ഞോളൂ അത് കൺവേർട്ട് ചെയ്ത് 2-1 ആക്കുന്നു. പിന്നീടാണ് ഗെയിമിൽ ആർഗ്യുബിളി വൺ ഓഫ് ദ ബെസ്റ്റ് ഗോൾ, ഇഫ് നോട്ട് ദ ബെസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് അംഗ്യൂസയുടെ ഒരു കിഡിലൻ റണ്ണ് പ്ലേയേഴ്സിനെ ബീറ്റ് ചെയ്തുകൊണ്ട് ബോക്സിലോട്ട് കിടക്കുന്നു, ഫിനിഷ് ചെയ്യുന്നു. മാൻ ഓഫ് ദ മാച്ച് അംഗ്യൂസ് ആയിരുന്നു. 3-1 ഒരു വിക്ടറി കംഫർട്ടബിളി നേടുവാണ് നാപ്പൊളി. സോ ഇവഞ്ച്വലി അറ്റ് ദ എൻഡ്
ഇൻ്റർ ഹാർഡ് ചാൻസസ്, പക്ഷേ നാപ്പോളി അവർക്ക് കിട്ടിയ ചാൻസുകൾ കൺവേർട്ട് ചെയ്തു. മേ ബി ഇൻ്ററിന് ഇപ്പം മാച്ചിൽ കിട്ടിയ ബിഗ് ചാൻസസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഇൻ്റർ ഷുഡ് അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റ് എടുത്തുകൊണ്ട് പോകാറുണ്ട്. അമ്മാതിരി ചാൻസുകൾ കിട്ടിയതാണ്, പക്ഷേ ഇൻ്റർ കൺവേർട്ട് ചെയ്യാനാണ്. നാപ്പോളിക്ക് ലീഗിലോട്ട് വന്നപ്പോൾ നമുക്കറിയാം മിഡ് വീക്കിൽ PSVയുടെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ 6-2 ഒരു തോൽവിയും കിട്ടിയിട്ടാണ് വരുന്നത്. സോ പക്ഷേ ലീഗിലോട്ട് വരുമ്പോൾ ടോപ്പ് നിൽക്കുന്നു, ലീഗിൽ നല്ല പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്യുന്നു. 6 വിജയവും 2 തോൽവിയാണ്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. സോ അവിടുന്ന് നമ്മൾ മറ്റൊരു മാച്ചിലോട്ട് പോകുമ്പോഴേക്കും ഇന്നലെ മൊച്ചൻ ഗ്ലാഡ്ബാഗിന് അഗേൻസ്റ്റ് ബയൺ മ്യൂണിക്ക് 3-0 ഒരു വിക്ടറി നേടുന്ന സിനാരിയോ നമ്മൾ. ആൻഡ് എടുത്ത് പറയേണ്ട നെയിം ലെനറ്റ് കാൾ. ഈ 17 വയസ്സുകാരൻ മിഡ് വീക്കിലും ചെക്കൻ ഒരു കിടിലൻ ഗോൾ സ്കോർ ചെയ്തിരുന്നു. ക്ലബ് റൂഹിന് എതിരായിരുന്നു തോന്നുന്നു. ആൻഡ് ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഇപ്പം കാണാം, മൂന്നാമത്തെ ഗോൾ സ്കോർ ചെയ്ത ഈ 17 വയസ്സുകാരനാണ്. ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയ ശേഷം ആളുടെ കാലിലോട്ട് ബോൾ എത്തുന്നു, ആൾ ബോളുമായിട്ട് കയറുന്നു, ഔട്ട് സൈഡ് ദ ബോക്സ് ഒരു സൂപ്പർ ഷോട്ട്. ഗോൾ കീപ്പർ ജസ്റ്റ് നോക്കി നിൽക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നോക്കി നിൽക്കുകയാണ്. സോ ബയൻ്റെ കയ്യിൽ ഒരു വെടികൊണ്ട സാധനമാണ് കിട്ടിയേക്കുന്ന ഒരു ഫീലാണ് ഇപ്പോൾ ഉള്ളത്. അവിടുന്ന് നമ്മൾ മാച്ചിലോട്ട് വെക്കാനാണ് 19-ാം മിനിറ്റ് തന്നെ റെഡ് കാർഡ് കിട്ടി 10 പേരുമായി ഗ്ലാഡ്ബാഗ് ചുരുങ്ങിയിരുന്നു. പക്ഷേ ഗ്ലാഡ്ബാഗ് അത്യാവശ്യം നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തു. 10 പേരെ ചുരുങ്ങിയ ശേഷം അവർ സിറ്റ് ബാക്ക് വന്നു. 10 പേര് ഇൻക്ലൂഡിങ് ഗോൾക്ക് എല്ലാവരും കൂടെ ലോ ബ്ലോക്ക് ഇട്ട് പക്കായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ. പക്ഷേ ബയൺ അത് പൊട്ടിക്കാൻ സാധിച്ചില്ല. ഹാരി കെയിൻ്റെ ഗോള് ഒരെണ്ണം അടിച്ചെങ്കിൽ അത് ഓഫ് സൈഡ് ആയ കാരണം അത് ഡിസർവ് ചെയ്തു. പിന്നീട് ഈ ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യുന്നത് കിമ്മിച്ചാണ്. 64-ാം മിനിറ്റിൽ കിമ്മിച്ചിലൂടെ 1-0 ആക്കുന്നു, പിന്നെ ഗെറേറോയുടെ 2-0 ആക്കുന്നു, പിന്നെയാണ് കാളിൻ്റെ ഒരു ഗോളും വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് 2-0 ആയിരുന്ന സമയത്ത് ഗ്ലാഡ്ബാഗിന് ഒരു പെനൽറ്റി കിട്ടിയിരുന്നു. അത് അവർ ഗ്ലാഡ്ബാഗ് മിസ് ചെയ്യുന്നൊരു സിനാരിയോ കണ്ടു. മേ ബി ആ 2-1 ആക്കുമായിരുന്നു, ഗ്ലാഡ്ബാഗ് ഗെയിമിലോട്ട് വരുമായിരുന്നു, ഹൂനോസ്. പക്ഷേ ഇവഞ്ച്വലി ഡിസർവിങ് വിൻ ഫോർ ബയൺ മ്യൂണിക് ടോപ്പാണ്. അൺബീറ്റൺ റൺ ഓൾ കോമ്പറ്റീഷൻ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് ബുണ്ടസ്ലീഗ പ്രെറ്റി മച്ച് ഡൺ ആവുന്ന എല്ലാ സിനാരിയോ ആണ് കാണുന്നത്. കൂടാതെ ഇന്നലെ മറ്റൊരു ബിഗ് മാച്ചിൽ എന്നാ പറയുക, എല്ലാവരുടെയും ഫേവറേറ്റ് ലീഗ് 1 മാച്ചുകൾ ഒന്നായ ബ്രസ്റ്റ് വേഴ്സസ് PSG മാച്ചിൽ ബ്രസ്റ്റിൻ്റെ ഹോമിൽ ചെന്ന് 3-0 തോപ്പിച്ചു. ഹക്കീമിയുടെ 2 ഗോളും ഡെസറഡോയുടെ ഗോളുമാണ് വന്നത്. ആൻഡ് ബ്രസ്റ്റ് 0 PSG 3. PSG ആസ് യൂഷ്വൽ അവരുടെ റണ്ണ് കണ്ടിന്യൂ ചെയ്യാണ്. സോ എന്താണ് നിങ്ങൾക്ക് ഈ മാച്ചുകളെ കുറിച്ച് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും.